നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മങ്ങാട്ടുകവല ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവർത്തന ഉദ്ഘാടനവും താക്കോൽ ദാനവും നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി ഉദ്ഘാടനം നിർവഹിച്ചു. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് CPM പ്രവർത്തകർ വണ്ണപ്പുറം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപരോധിച്ചു. ഉദയഗിരി സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിന്റെയും വിവിധ ഭക്ത സംഘടനകളുടെയും നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന പവർ പ്ലസ് ഇടുക്കി എന്ന പേരിലുള്ള ഊർജ്ജ ക്യാമ്പയിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി കോലാനിയിൽ നിർവഹിച്ചു. വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന റിട്ടയർഡ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേര് വെട്ടിക്കളഞ്ഞതായി പരാതി. വാർത്തകൾ വിശദമായി. മങ്ങാട്ടുകവല ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവർത്തന ഉദ്ഘാടനവും താക്കോൽ ദാനവും നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി ഉദ്ഘാടനം നിർവഹിച്ചു. ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുറികളുടെ താക്കോൽ ദാനം പി ജോസഫ് MLA നടത്തി. നഗരസഭാ ചെയർമാൻ K ദീപക് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. തൊടുപുഴ നഗരസഭയുടെ മങ്ങാട്ടുകവലയിലെ AM മുഹമ്മദ് കുഞ്ഞ് ലബ്ബ സ്മാരക ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. ഒരുപിടി ആളുകളുടെ പ്രയത്നം ഈ പദ്ധതിക്ക് പിറകിലുണ്ട്. കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നാടിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മരണപ്പെട്ടു പോയ ലബ്ബ സാഹിബിൻ്റെ നാമധേയത്തിൽ ആരംഭം കുറിച്ചതായ ഈ പദ്ധതി, അതിൻ്റെ വിശാല ലക്ഷ്യങ്ങൾ വളരെ വലുതാണ്. തൊടുപുഴ ഏറ്റവും അനുഗ്രഹീതമായ നാടാണ്. അതിൻ്റെ കാര്യകാരണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ബഹുമാനായ PJ ജോസഫ് സാറിൻ്റെ ദീർഘവീക്ഷണവും കൃത്യമായ ഇടപെടലുകളുമൊക്കെ ഒട്ടേറെ വികസന പദ്ധതികൾക്ക് കേരളത്തിൽ, പ്രത്യേകിച്ചും കിഴക്കൻ മേഖലയിൽ ഉള്ള ചെറുപട്ടണങ്ങളിൽ മുഖ്യ സ്ഥാനത്തേക്ക് നമ്മുടെ നാടിനെ കൈപിടിച്ചുയർത്തി എന്നുള്ളതിൽ ആർക്കും യാതൊരു എതിരഭിപ്രായവുമില്ല. ആ നിലയിൽ ധാരാളം ബൈപ്പാസുകളും അതോടൊപ്പം നിരവധിയായ വികസന പദ്ധതികളും നമ്മുടെ നാടിന് സ്വന്തമാണ്. വ്യാപാര മേഖലയിൽ മറ്റെല്ലാ തരത്തിലുമുള്ള വിഭാഗീയതകളോ ഇനി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്തകളോ ഒന്നുമല്ല. ഈ നാടിൻ്റെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യാപാരി സമൂഹം ഒട്ടേറെ നന്മകൾ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന നാടാണ്. മുറികളുടെ താക്കോൽ ദാനം MLA PJ ജോസഫ് നടത്തി. ഈ മേഖലയുടെ വികസനത്തിന്, കിഴക്കൻ മേഖലയുടെ വികസനത്തിന് വളരെ പ്രയോജനം ചെയ്യുന്ന ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഈ പ്രവർത്തന ഉദ്ഘാടനം നടന്ന പശ്ചാത്തലത്തിൽ എല്ലാ ഭാവങ്ങളും നേരുന്നു. നഗരസഭാ ചെയർമാൻ K ദീപക്, വാർഡ് കൗൺസിലർ മുഹമ്മദ് അഫ്സൽ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സനു കൃഷ്ണൻ, ഷീജ ഷാഹുൽ ഹമീദ്, MA കരീം, PG രാജശേഖരൻ, DCC പ്രസിഡന്റ് CP മാത്യു, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, CPM ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മുഹമ്മദ് ഫൈസൽ, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സലീം, പ്രൊഫസർ MJ ജേക്കബ്, ജിമ്മി മരത്തിപ്പാറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് രാജു തരണയിൽ, ഷാഹുൽ പള്ളത്തുപറമ്പിൽ, പോൾസൺ മാത്യു, ജോർജ് അഗസ്റ്റിൻ, സുലൈമാൻ, KN റോയി, KK തോമസ്, രതീഷ് AR, TV പാപ്പു, TM ശശി, മുൻ നഗരസഭാ ചെയർമാൻമാരായ സനീഷ് ജോർജ്, സഫിയ ജബ്ബാർ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് CPM പ്രവർത്തകർ വണ്ണപ്പുറം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപരോധിച്ചു. ഉച്ചയോടെയാണ് ഉപരോധം അവസാനിച്ചത്. കാളിയാർ ലോക്കൽ സെക്രട്ടറി, വണ്ണപ്പുറം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷിജോ സെബാസ്റ്റ്യൻ, പഞ്ചായത്ത് അംഗം ജഗദമ്മ വിജയൻ എന്നിവർ നേതൃത്വം നൽകി. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് CPM വണ്ണപ്പുറം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപരോധിച്ചു. ഏരിയ കമ്മിറ്റി അംഗം KG വിനോദ്, കാളിയാർ ലോക്കൽ സെക്രട്ടറി ജോഷി തോമസ്, മുള്ളരിങ്ങാട് ലോക്കൽ സെക്രട്ടറി ജോമോൻ ജോസ്,
വണ്ണപ്പുറം ലോക്കൽ സെക്രട്ടറി അമ്പിളി രവികല, വണ്ണപ്പുറം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷിജോ സെബാസ്റ്റ്യൻ, പഞ്ചായത്ത് അംഗം ജഗദമ്മ വിജയൻ എന്നിവർ നേതൃത്വം നൽകി. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തില് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിനും നിയമത്തിനും വിരുദ്ധമായി ആണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ടാണ് CPM വണ്ണപ്പുറം, മുള്ളരിങ്ങാട്, കാളിയാർ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെ ഞങ്ങൾ ഉപരോധിക്കേണ്ടി വന്നു. വണ്ണപ്പുറം പഞ്ചായത്തിലെ 1 മുതൽ 19 വരെയുള്ള വാർഡുകളിൽ 100 കണക്കിന് ആളുകളുടെ ആക്ഷേപം, വാർഡിൽ താമസമില്ലാത്ത ആളുകളുടെ ആക്ഷേപം ഞങ്ങൾ നൽകിയതാണ്. ഉദാഹരണത്തിന് 12-ാം വാർഡ് കാളിയാർ വാർഡിൽ 10 വർഷം മുമ്പ് വിവാഹം കഴിച്ച് അടിമാലി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ താമസിക്കുന്ന ആൾക്കിവിടെ ഇപ്പോൾ വോട്ടർ പട്ടിക പേര് ചേർത്തിരിക്കുക. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റെജി കഴിഞ്ഞ 9.5 വർഷക്കാലമായി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ താമസക്കാരിയല്ല. പുതിയതായി അവരുടെ തിരുത്തൽ രേഖയിൽ 5-ാം വാർഡിൽ വോട്ടർ പട്ടിക പേര് ചേർത്തിരിക്കുക. ഉദാഹരണത്തിന് ഈ കണക്കിന് 100 കണക്കിന് ആളുകളെയാണ് ഓരോ വാർഡുകളിൽ. അതുപോലെ തന്നെ ചീങ്കൽ സിറ്റി വാർഡിൽ ഏറ്റവും വലിയ ക്രമക്കേട് നടന്നതായി നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് 245 വോട്ടർമാരെ സമീപ പ്രദേശത്തെ വാർഡുകളിൽ നിന്ന് ആ വാർഡിൽ ചേർത്ത് ആ വാർഡിൽ UDF ജയിക്കാനുള്ള വോട്ടുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും പഞ്ചായത്തിലെ ചില ജീവനക്കാരും അനാവശ്യമായി ഇടപെടൽ നടത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക സത്യസന്ധതയോടുകൂടി രൂപീകരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ യോഗം ചേർന്ന് തീരുമാനമെടുക്കുന്നു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ അത്തരം ഒരു തീരുമാനം എടുത്തിട്ടില്ല. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒറ്റയാൻ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടന്നിട്ടുള്ളത്. വലതുപക്ഷ അല്ലെങ്കിൽ UDF പഞ്ചായത്ത് മെമ്പറായ റഷീദ് തോട്ടിങ്കൽ, അതുപോലെ തന്നെ BJP പഞ്ചായത്ത് മെമ്പർ മിനി രാജു, അതുപോലെ തന്നെ മുള്ളരിങ്ങാട് 1-ാം വാർഡിൽ മെമ്പർ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പർ ഉല്ലാസ് തുടങ്ങിയ UDF പഞ്ചായത്ത് മെമ്പർമാർക്ക് വീട്ടുവേല ചെയ്യുന്ന പണിയാണ് പഞ്ചായത്തിലെ പല ജീവനക്കാരും ചെയ്തിട്ടുള്ളത്. ഉദയഗിരി സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിന്റെയും വിവിധ ഭക്ത സംഘടനകളുടെയും നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. ഉദയഗിരി ടൗണിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ ഇടവക വികാരി ഫാദർ മാത്യു ചെറുപറമ്പിൽ യാത്രയ്ക്ക് ആശംസകൾ നൽകി. ശ്രീനാരായണ ഗുരുവിന്റെ 171ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് SNDP പ്രകാശ് ശാഖയുടെ നേതൃത്വത്തിൽ പുഷ്പഗിരി അമലഗിരിയിൽ നിന്നും പ്രകാശ് ഗുരുദേവ ക്ഷേത്രത്തിലേക്ക് നടത്തിയ ഘോഷയാത്രയ്ക്കാണ് ഉദയഗിരിയിൽ സ്വീകരണമൊരുക്കിയത്. ഉദയഗിരി സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിന്റെയും ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു സ്വീകരണമൊരുക്കിയത്. ഇടവക വികാരി ഫാദർ മാത്യു ചെറുപറമ്പിൽ യാത്രയ്ക്ക് ആശംസാ പ്രഭാഷണം നടത്തി. ഗുരുദർശനങ്ങളെ സ്വന്തമാക്കുമ്പോൾ നമുക്ക് അതിർവരമ്പുകളോ ജാതിഭേദമോ മത്സര ബുദ്ധിയോ നമുക്കുണ്ടാവുകയില്ല. ആ ഒരു ദർശന സുഖത്തിലേക്ക് ജീവിതത്തെ നയിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിലൂടെ കടന്നു പോകുന്ന ഈ ജയന്തി ഘോഷയാത്ര സതേ ദിനത്തിൽ ഗുരുവിൻ്റെ ജന്മനാളിൽ പ്രത്യേകമായിട്ട് കടന്നു വന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഈ ജയന്തി ആഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്നും നന്മ ഭവിക്കട്ടെ മനസ്സുകളിൽ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇടവക ട്രസ്റ്റിമാരായ ബോബൻ പരുന്തിരിക്കൽ, ബിജു ചിറ്റൂർ, ടോമി കളപ്പുരയ്ക്കൽ, അനിൽ പുതിയ പറമ്പിൽ, ടോമി കാക്കലിൽ, സിജു തുണ്ടിയിൽ, ജോയി തുണ്ടിയിൽ, അഭിലാഷ് നാലുനടിയിൽ, ബോബൻ വടുതല കുന്നൽ തുടങ്ങിയവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന പവർ പ്ലസ് ഇടുക്കി എന്ന പേരിലുള്ള ഊർജ്ജ ക്യാമ്പയിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ
പ്രൊഫസർ ജെസ്സി ആന്റണി കോലാനിയിൽ നിർവഹിച്ചു. വീടുകളിലും സ്ഥാപനങ്ങളിലുമായി 1 മെഗാവാട്ട് ശേഷിയുള്ള വൈദ്യുതി നിലയം സ്ഥാപിക്കുക എന്നതാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ശശിരേഖ രാഘവൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കൗൺസിലർ ആർ ഹരി, പരിഷത്ത് പ്രൊഡക്ഷൻ സെന്റർ ചുമതല വഹിക്കുന്ന പ്രിയ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. യോഗത്തിന് വി ഷാജി സ്വാഗതവും TN മണിലാൽ നന്ദിയും രേഖപ്പെടുത്തി. 3 യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യ കാര്യമാണ്. പക്ഷെ ഒരു 4-5 യൂണിറ്റ് സ്ഥാപിച്ചാൽ അത് സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ അതിനാവശ്യമായ സംവിധാനം ഒരുക്കി അത് സ്ഥാപിച്ചാൽ അതായിരിക്കും നമുക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഇതിൻ്റെ 3 യൂണിറ്റ് അല്ലെങ്കിൽ 2 യൂണിറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞ് വീണ്ടും ഇതിൻ്റെ പവർ കൂട്ടണമെന്ന് വരികയാണെങ്കിൽ അതിന് അഡീഷണൽ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ആദ്യം ഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ കുറച്ച് ചെലവ് കൂടുമെന്നുള്ളതല്ലാതെ ആവശ്യത്തിന് അവർ പറയുന്നതിനേക്കാൾ 1 യൂണിറ്റ് കൂടി പവർ വന്ന് വെച്ചാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ യോഗം വലിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്, വലിയൊരു കാൽവയ്പാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിലും സന്തോഷം എൻ്റെ വാർഡിൽ നടക്കുന്ന ഒരു പരിപാടി, അതും ഞങ്ങളുടെ സഖാവിൻ്റെ വീട്ടുമുറ്റത്ത് നടക്കുന്ന ഒരു പരിപാടി. വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സമീപകാലത്ത് എന്നെ വിളിക്കുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വേദികളിൽ മാത്രമാണ്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബാക്കി ഒരു യോഗങ്ങളിലും നിങ്ങൾ ആരും എന്നെ കാണാറില്ല. അപ്പോൾ തീർച്ചയായും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വൈദ്യുതിയുടെ ഉപയോഗം കൂടിയേ വരുള്ളൂ, ഒരിക്കലും കുറയില്ല. മുതലക്കോടം കനാൽ വാലി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാ കായിക മത്സരങ്ങളും ഓണസദ്യയും ഒരുക്കിയിരുന്നു. ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് നിർവഹിച്ചു. മുതലക്കോടം കനാൽ വാലി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണോത്സവ് 2025 എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിവിധ കലാകായിക മത്സരങ്ങൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തി. പൊതുസമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു. കുറച്ചു നാള് കോവിഡിന്റെ സമയത്തൊക്കെ അല്പം മന്ദീഭവിച്ച് പ്രവർത്തനമില്ലാതിരുന്നു എങ്കിലും വീണ്ടും അത് സജീവമാക്കി എല്ലാവരെയും കൂട്ടി ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഒരു പുതിയ തുടക്കമാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഏതാണ്ട് 67ഓളം കുടുംബാംഗങ്ങളുള്ള ഈ അസോസിയേഷൻ എനിക്ക് തോന്നുന്നു തൊടുപുഴ നഗരസഭയിലെ തന്നെ ഏറ്റവും വലിയ അസോസിയേഷനുകളിൽ ഒരു ആദ്യത്തെ 10 അസോസിയേഷനുകളിൽ ഒന്നായിരിക്കും. എന്തായാലും വളരെ മിടുക്കരായ ഭാരവാഹികളും അതിന് നേതൃത്വം നൽകാനും അതിന്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും ഒക്കെ ശേഷിയുള്ള ആളുകളാണ് ഇതിന്റെ നേതൃനിരയിലുള്ളത്. കനാൽ വാലി സെക്രട്ടറി ജിജോ വർഗീസ്, കനാൽ വാലി പ്രസിഡന്റ് ലാലി വിൽസൺ, 10ാം വാർഡ് കൗൺസിലർ സനു കൃഷ്ണൻ, കനാൽ വാലി ട്രഷറർ സജി KM, കനാൽ വാലി വൈസ് പ്രസിഡന്റ് സോമൻ AN, കനാൽ വാലി ജോയിന്റ് സെക്രട്ടറി ജോസഫ് മണ്ണാർവേലിൽ എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ 70 വയസ്സിന് മുകളിൽ പ്രായം ചെന്ന മുതിർന്ന വ്യക്തിത്വങ്ങളെ ആദരിച്ചു. നമ്മളൊപ്പം ചെറുപ്പക്കാരോടൊപ്പം ചെറുചുറുക്കോടെ ആക്റ്റീവായിട്ട് നമ്മുടെ ഈ അസോസിയേഷൻ കൈയടി ഈ പ്രോത്സാഹനം എപ്പോഴും നമ്മുടെ അസോസിയേഷനിൽ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനദാനവും നൽകി. തുടർന്ന് ഓണസദ്യയും ഉണ്ടായിരുന്നു.
ന്യൂസ് ബ്യൂറോ തൊടുപുഴ. വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന റിട്ടയർഡ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേര് വെട്ടിക്കളഞ്ഞതായി പരാതി. മുതലക്കോടം തെക്കൽ TV ജോസഫിനാണ് വോട്ടവകാശം നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാൻ 2 അവസരങ്ങൾ കൂടി ഉണ്ടാകുമെന്നും പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും മുനിസിപ്പൽ സെക്രട്ടറി വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന റിട്ടയർഡ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേര് വെട്ടിക്കളഞ്ഞതായി പരാതി. മുതലക്കോടം തെക്കൽ TV ജോസഫിനാണ് വോട്ടവകാശം നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. തൊടുപുഴ നഗരസഭയിലെ 10ാം വാർഡിലായിരുന്നു ഇദ്ദേഹം താമസിച്ചിരുന്നത്. വാർഡ് വിഭജനം വന്നപ്പോൾ 11ാം വാർഡിലെ അംഗമാണ്. വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ഭാര്യയുടെ മാത്രം പേരാണ് ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് നഗരസഭാ ഓഫീസിലെത്തുകയും അവിടുത്തെ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതനുസരിച്ച് അപേക്ഷ കൊടുക്കുകയും ആധാർ ഉൾപ്പെടെയുള്ള രേഖകളുടെ പകർപ്പും നൽകി. എന്നാൽ കഴിഞ്ഞ ദിവസം ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ലായിരുന്നു. തുടർന്ന് തിങ്കളാഴ്ച തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിലെത്തിയപ്പോൾ നിങ്ങൾ അക്ഷയ വഴി എന്തുകൊണ്ട് അപേക്ഷ നൽകിയില്ലെന്ന ചോദ്യമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉന്നയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 10ാം വാർഡിൽ 600 നമ്പർ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ ആ 10ാം വാർഡ് അതിർത്തി പുനർനിർണയം നടത്തിയപ്പോൾ 11ആയി മാറി. ആ 11ാം വാർഡിൽ എൻ്റെ ഭാര്യയുടെ വോട്ടുണ്ട്, എൻ്റെ വോട്ടില്ല. ഞാൻ അത് സംബന്ധിച്ച് അന്വേഷിച്ച് മുനിസിപ്പാലിറ്റി ചെന്നപ്പോൾ മുനിസിപ്പാലിറ്റിക്കാർക്ക് തെറ്റുപറ്റിയതാണ്, അതുകൊണ്ട് അവർ അതിനകത്ത് ചേർത്തോളാം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വോട്ടർ ID, ആധാറിൻ്റെ കോപ്പി, റേഷൻ കാർഡിൻ്റെ കോപ്പി വാങ്ങിവെച്ചു. എന്നിട്ട് അവർ ബന്ധപ്പെട്ട രജിസ്റ്ററിൽ എഴുതി വെച്ചു. ഈ ഇലക്ഷൻ്റെ ചാർജുള്ള ഒരു JS വന്ന് നിങ്ങൾ ധൈര്യമായിട്ട് പോക്കോ, ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ പേര് അതിനകത്ത് ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പൊന്ന് എന്നെ വിട്ടു. അപ്പോൾ കഴിഞ്ഞ 2-ാം തീയതി ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അതിലും എൻ്റെ പേരില്ല. ഇപ്പോൾ ഞാൻ അവിടെ അന്വേഷിച്ച് ചെന്നപ്പോൾ അവർ പറയുകയാണ് അത് നിങ്ങൾ അക്ഷയ മുഖാന്തരം അപേക്ഷിക്കണമായിരുന്നു, അക്ഷയയിൽ കൂടി അപേക്ഷിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു അക്ഷയയിൽ കൂടി അപേക്ഷിക്കാനാണെങ്കിൽ എൻ്റെ വോട്ടർ പട്ടിക എൻ്റെ രേഖകളെല്ലാം നിങ്ങൾ മേടിച്ച് രജിസ്റ്റർ ചേർത്ത് നിങ്ങളുടെ പൊക്കോളം പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൂടാതെ അവർ ഞാൻ ആ വീട്ടിലാണ് താമസിച്ചതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ കെട്ടുനികുതി അടച്ച കെട്ടുനികുതിയുടെ കോപ്പി കൂടെ അവർ വാങ്ങും. ഇപ്പോൾ ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ എൻ്റെ പേരില്ല. ഞാൻ ഇലക്ഷൻ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, എൻ്റെ വോട്ടർ പട്ടികയിൽ പേരില്ല. ഇത് മനഃപൂർവ്വം ആരോ ഇതിൻ്റെ അകത്ത് കളിക്കുന്നുണ്ട്, ആരാണെന്ന് എനിക്കറിയത്തില്ല. ഒന്നുകിൽ ഏതെങ്കിലും പാർട്ടിക്കാരാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളാകാം. എനിക്ക് എന്തായാലും വോട്ടർ പട്ടികയിൽ എൻ്റെ പേര് ചേർക്കണം. ചേർത്തില്ലെങ്കിൽ ഞാൻ ചേർക്കുന്നവരെ നിയമ പോരാട്ടമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാർ സർവീസിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച് പരിചയമുള്ള തന്നോട് ഈ മനോഭാവമാണെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളോട് ഇവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കുമെന്ന ചിന്തയും ഉയർന്നിട്ടുണ്ട്. ഇതേസമയം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാൻ 2 അവസരങ്ങൾ കൂടി ഉണ്ടാകുമെന്നും പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും മുനിസിപ്പൽ സെക്രട്ടറി വ്യക്തമാക്കി. എന്തായാലും സർക്കാർ ഓഫീസിലെ ഇപ്പോഴത്തെ അവസ്ഥ മുൻ ജീവനക്കാരനും ബോധ്യമായി. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. ഓണം ബമ്പർ ടിക്കറ്റുകളുടെ വിൽപ്പനയ്ക്ക് തൊടുപുഴ സൽജന്റെ ലോട്ടറി കട ഒരുങ്ങി. കഴിഞ്ഞ ദിവസം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു സ്ഥാപനം സന്ദർശിച്ച് ആശംസ നേർന്നു. ഇപ്രാവശ്യത്തെ ഓണാശംസകൾ ആദ്യം നേരുന്നു.
ഇപ്പോൾ നമ്മുടെ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട രാജു തരണിയിൽ എൻ്റെ സുഹൃത്ത് എന്ന് പറയുന്നതിനപ്പുറം ഒരു സഹോദര തുല്യനായിട്ട് ഇന്ന് ഓണം ബമ്പർ എടുക്കാനും എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും കൂടെ വന്നതാണ്. ബമ്പർ എടുക്കുക എന്നുള്ളത് അതിനപ്പുറത്തേക്ക് ഒരു സൗഹൃദ സന്ദർശനമാണിത്. അപ്പോൾ ഈ ബമ്പറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇപ്രാവശ്യത്തെ ഓണം ബമ്പർ ഒന്നാം സമ്മാനം 25 കോടിയാണ്. അതിനപ്പുറത്തേക്ക് ഒരു അട്രാക്ഷൻ ഇപ്രാവശ്യം 20 പേർക്ക് 1 കോടി രൂപയാണ്, 20 പേർക്ക് 50 ലക്ഷം. അപ്പോൾ സമ്മാന ഘടന വളരെ മനോഹരമായിട്ടാണ് ഇപ്രാവശ്യം സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ടിക്കറ്റിന്റെ വില 500 രൂപയാണ്. അപ്പോൾ ഓണത്തിന് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ 500 രൂപ ടിക്കറ്റ്. അപ്പോൾ എല്ലാവരും ഒരു ടിക്കറ്റ് എടുത്ത് നിങ്ങൾ സഹകരിക്കണം. നിങ്ങളുടെ എപ്പോഴാണ് നമ്മുടെ ടൈം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. കേരളത്തിലെ ഏറ്റവും വലിയ ഡയമണ്ട് ഷോറൂം ഇനി തൊടുപുഴയ്ക്ക് സ്വന്തം. ജെയ്ക്കോ ജുവൽസിന്റെ പുതിയ സംരംഭമായ ജെയ്ക്കോ ഡയമണ്ട് തൊടുപുഴയ്ക്ക് സമർപ്പിച്ചു. തൊടുപുഴ അമ്പലം ബൈപ്പാസ് റോഡിൽ ജെയ്ക്കോ ടവറിൽ ആരംഭിച്ച ജെയ്ക്കോ ഡയമണ്ട്സിന്റെ ഉദ്ഘാടനം സിനിമാ താരം നമിത പ്രമോദ് നിർവഹിച്ചു. കഴിഞ്ഞ 23 വർഷക്കാലമായി സ്വർണ്ണാഭരണ നിർമ്മാണ വിതരണ രംഗത്ത് സജീവ സാന്നിധ്യം അറിയിച്ച ജെയ്ക്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനമായ ജെയ്ക്കോ ജുവൽസ് പുതിയ സ്ഥാപനം തൊടുപുഴയ്ക്ക് സമ്മാനിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ഡയമണ്ട് ഷോറൂം എന്ന ഖ്യാതിയോടെയാണ് ജെയ്ക്കോ ഡയമണ്ട് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചത്. തൊടുപുഴ അമ്പലം ബൈപ്പാസിൽ ആരംഭിച്ച ജെയ്ക്കോ ഡയമണ്ട്സിന്റെ ഉദ്ഘാടനം നമിത പ്രമോദ് നിർവഹിച്ചു. ഇവിടെ ജെയ്ക്കോ ഡയമണ്ട്സിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് തൊടുപുഴയിൽ വരാൻ സാധിച്ചതിലും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ ഓൾമോസ്റ്റ് ഒരു മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കൊരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. കുറേ പ്രാവശ്യം ഞാൻ തൊടുപുഴയിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ്. ഇന്നിവിടെ ജെയ്ക്കോ ഡയമണ്ട്സിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചതിൽ അതിലുപരി സന്തോഷമുണ്ട്. എക്സ്ക്ലൂസീവായിട്ടുള്ള ഡയമണ്ട് കളക്ഷൻസ് ആണ് ഇന്ന് ജെയ്ക്കോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഞാൻ അകത്ത് പോയി കണ്ടു. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ കളക്ഷൻസ് ഉണ്ട് അവിടെ. വെരി 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 ഹാപ്പി. ഒരുപാട് സന്തോഷമുണ്ട്. ജെയ്ക്കോക്ക് ഇപ്പം തന്നെ ഓൾറെഡി കുറേ ഷോറൂംസ് പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഷോറൂംസ് ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കട്ടെ. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോമ്പിനേഷൻ ആണ് കണ്ടിട്ടുള്ളത് ഇതുവരെ. ആദ്യമായിട്ടാണ് എക്സ്ക്ലൂസീവ്ലി ഒരു ജ്വല്ലറി ഡയമണ്ടിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്, അത് ഡയമണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രമായിട്ട് ചെയ്യുന്നത്. ഓൾ ദി വെരി ബെസ്റ്റ് ജെയ്ക്കോ. വളരെ വെൽക്കമിങ് ആയിരുന്നു ഇവരെല്ലാവരും. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക്, കൗൺസിലർ ജയലക്ഷ്മി ഗോപൻ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു തരണിയിൽ, സെക്രട്ടറി നവാസ് കെ, ട്രഷറർ അനിൽ പീടികപ്പറമ്പിൽ, ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജോസ് വർക്കി, തൊടുപുഴ മേഖലാ പ്രസിഡന്റായി ഹെജി പി ചെറിയാൻ പറയംചാലിൽ തുടങ്ങിയവർ പങ്കെടുത്തു.
സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ തൊടുപുഴക്കാർക്ക് സുപരിചിത നാമമായി ജെയ്ക്കോയെ മാറ്റിയ എല്ലാ ഉപഭോക്താക്കൾക്കും നന്ദി പറയുന്നുവെന്നും പുതിയ സ്ഥാപനമായ ജെയ്ക്കോ ഡയമണ്ട്സിനും എല്ലാവിധ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. കരിമണ്ണൂർ പന്നൂർ കുറ്റിച്ചിറ റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനവും ഓണാഘോഷവും കുറ്റിച്ചിറ ആന്റണി കൊങ്ങാമലയുടെ വസതിയിൽ സംഘടിപ്പിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം എ ദിലീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് രാജു മാടക്കാപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജി പ്രേംകുമാർ, എ പി തോമസ്, ജിജോ ടോം, ജിൻ അഗസ്റ്റിൻ, രാജു കൊന്നാനർ, ഷൈനി സന്തോഷ്, പ്രദീപ് ജയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാമത്സരങ്ങളും വടംവലിയും നടന്നു.
കരാട്ടെ സ്പോർട്സ് അക്കാദമി ഓണം വെക്കേഷനോടനുബന്ധിച്ച് 4 ദിവസത്തെ ക്യാമ്പും ജൂനിയർ കളർ ബെൽ ഗ്രേഡിംഗ് ടെസ്റ്റും നടത്തി. തൈക്കൊണ്ടോ വിജയികൾക്കുള്ള മെഡലും സർട്ടിഫിക്കറ്റ് വിതരണവും കരാട്ടെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് വിതരണവും സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വിഷ്ണുകുമാർ, സംസ്ഥാന തൈക്കൊണ്ടോ അസോസിയേഷൻ സെക്രട്ടറി പോൾ ജോർജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഗ്രേഡിംഗ് ടെസ്റ്റിന് അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ ബേബി എബ്രഹാം നേതൃത്വം വഹിച്ചു. തൊടുപുഴ കരാട്ടെ സ്പോർട്സ് അക്കാദമി ഓണം വെക്കേഷനോടനുബന്ധിച്ച് 4 ദിവസത്തെ ക്യാമ്പും ജൂനിയർ കളർ ബെൽ ഗ്രേഡിംഗ് ടെസ്റ്റും നടത്തി. തൊടുപുഴ ടൗൺ ഹാളിൽ നടന്ന ക്യാമ്പിൽ കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നും 160 കുട്ടികൾ ഗ്രേഡിംഗിൽ പങ്കെടുത്തു. ചടങ്ങിൽ സംസ്ഥാന തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ വിജയികളായവരെ ആദരിച്ചു. തൈക്കൊണ്ടോ വിജയികൾക്കുള്ള മെഡലും സർട്ടിഫിക്കറ്റ് വിതരണവും കരാട്ടെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് വിതരണവും സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വിഷ്ണുകുമാർ, സംസ്ഥാന തൈക്കൊണ്ടോ അസോസിയേഷൻ സെക്രട്ടറി പോൾ ജോർജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ആദിൽ അഗസ്റ്റിൻ സിൽവർ, ഫർഹാന സക്കീർ സിൽവർ, ബുസ്താന സക്കീർ ഗോൾഡ് മെഡൽ, സ്റ്റിനിയ അന്ന സ്റ്റീഫൻ സിൽവർ മെഡൽ, എൽദ എൽസ കുരുവിള ഗോൾഡ് മെഡൽ, സിൽവർ മെഡൽ, അശ്വിൻ എസ് നാരായൺ സിൽവർ, മാളവിക എം മധു സിൽവർ. ഗ്രേഡിംഗ് ടെസ്റ്റിന് അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ ബേബി എബ്രഹാം നേതൃത്വം വഹിച്ചു. ഇൻസ്ട്രക്ടർമാരായ യദുരാജു, ഹിഷാം അനസ്, ഇഷാൻ ഖാൻ, ജിൽസ് കെ ഫ്രാൻസിസ്, സാംസൺ ജോൺസൺ, ജോൾസ്ന ജോൺസൺ, ദിവ്യ അനൂപ്, ബുസ്താന സക്കീർ, ഫർഹാന സക്കീർ എന്നിവർ പങ്കെടുത്തു. പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൂര്യപ്രഭ സൗരോർജ്ജ പാനൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാൻഡി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നെജി ഷാനവാസ് മുഖ്യ പ്രഭാഷണം നടത്തി. വിദ്യാലയങ്ങളിൽ വൈദ്യുതി ചെലവ് കുറച്ച് പരിസ്ഥിതി സൗഹൃദമായി സൗരോർജ്ജം പ്രയോജനപ്പെടുത്തുന്നതിനായി എറണാകുളം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സൂര്യപ്രഭ പദ്ധതിക്ക് പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. സ്കൂളിൽ സ്ഥാപിച്ച സൗരോർജ്ജ പാനലിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു. ഇപ്പോൾ സോളാറിന്റെ പൂർത്തീകരണമായി. ഇനിയിപ്പോൾ MLA ഫണ്ടിന്റെ വർക്കുകൾ വളരെ ഭംഗിയായി നടക്കുന്നു. അപ്പുറത്ത് നമ്മുടെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെ വർക്കുകളാണ് ഇപ്പോൾ പെൻഡിംഗ് ഉള്ളത്. അതും നമുക്കൊരു 20 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയുന്ന ഒരു ഒക്ടോബർ 10 ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ അതിൻ്റെ പണികൾ വേഗത്തിലാക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇന്ന് തന്നെ ജില്ലാ പഞ്ചായത്തുമായി ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാം. അങ്ങനെ ഒന്നൊന്നായി നമ്മുടെ സ്കൂളിൻ്റെ ഓരോ ആവശ്യങ്ങളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. നമ്മുടെ സ്കൂളുകളുടെ കാര്യത്തിൽ സത്യത്തിൽ ഈ PTA കാര്യത്തിലൊക്കെ ചില സ്കൂളുകളാണ് നന്നായി സഹായിക്കുന്ന സ്കൂളുകളാണ്. നന്നായി സ്കൂളിൻ്റെ ഓരോ കാര്യത്തിൽ ഇടപെടുന്ന നല്ല PTA കമ്മിറ്റികളുണ്ട്. ഇവിടെ നല്ല PTA കമ്മിറ്റിയാണ്. മറ്റ് പല സ്കൂളുകൾ ചിലടത്ത് PTA കമ്മിറ്റിയുടെ ശല്യമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഞാൻ എന്നാളൊരു അധ്യാപകരുടെ യോഗത്തിൽ ലക്ഷ്യന്മാരുടെ പ്രിൻസിപ്പാളുടെ യോഗത്തിൽ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്കൂൾ LP സ്കൂളാണ്, ജില്ലാ പഞ്ചായത്ത് സ്കൂളാണ്. PTA ബസ്സിൽ രാവിലെ ഒരു സ്കോർപ്പിയോ വണ്ടി കൊണ്ടു, ഞാൻ അവിടെ കൊണ്ടുവരും. അതിൽ തിരിച്ച് നടന്നു പോയിട്ട് പിന്നെ ഇന്നോവ വണ്ടി കൊണ്ടുവരും, PTA ബസ്സിൻ്റെ വണ്ടി. അതിന് പിന്നെ ആ വണ്ടി കൊടുത്തിട്ട് വേറെ വണ്ടി എടുത്തുകൊണ്ട് വരും. എന്നിട്ട്
എന്നിട്ട് ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടുനടക്കലാണ് ഒരു സൂപ്പർവൈസർ. പുള്ളിയുടെ ഒരു പോസ്റ്റ് കാണിക്കാൻ വേണ്ടി സ്കൂളിൽ ഇത് ചെയ്യാം. എന്നെ DD തന്നെ പറഞ്ഞാൽ PTA പ്രസിഡന്റ് DD എന്ന് പറയേണ്ട അവസ്ഥ. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാൻഡി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. സൂര്യപ്രഭ പദ്ധതിയുടെ ഭാഗമായി 7 കിലോവാട്ടിന്റെ സൗരോർജ്ജ പാനലാണ് സ്കൂളുകളിൽ സ്ഥാപിച്ചത്. ഊർജ്ജ മേഖലയിലെ സർക്കാർ ഏജൻസിയായ അനാട്ടിനായിരുന്നു പദ്ധതിയുടെ മേൽനോട്ട ചുമതല. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നെജി ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് ഹസീന ആസിഫ് പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് TB, ഹെഡ് മിസ്ട്രസ് സഫീന A, അധ്യാപകരായ ലാലു ലോറൻസ്, പയസ് ഫിലിപ്പ്, റഹ്മത്ത് PM, സബിത PE, ഗീതുജി നായർ, നൌഫൽ KM എന്നിവർ സംസാരിച്ചു. കൈപ്പക്കവല ഗ്രാമസമിതിയും ന്യൂയോർക്കിലെ പത്മ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി കാഞ്ഞാറിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കാഞ്ഞാർ SA ബൈജു P ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി 3ാമത് വടംവലി മത്സരം നടത്തി. YCB വാഴക്കുളം വിജയികളായി. കൈപ്പ ക്ലാസിക് 7 2ഉം, സെവൻസ് മണ്ണൂർ 3ഉം, ജിംഖാന തൊടുപുഴ 4ഉം, ജോയിഷ് മഞ്ഞപ്ര 5ഉം, ആൽഫ ആറക്കുളം 6ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ചെസ് മത്സരത്തിൽ ബൈജുവും, വാഴയിൽ കയറ്റ മത്സരത്തിൽ അരുൺ റജിയും വിജയികളായി. വിജയികൾക്ക് കുടിയത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആഞ്ചലീന സിജോ സമ്മാനദാനം നിർവഹിച്ചു. മത്സരം നിയന്ത്രിക്കാൻ വേണ്ടി എല്ലാ നാട്ടുകാരും നമസ്കാരം. നമുക്കറിയാം കഴിഞ്ഞ പല പ്രാവശ്യം കോവിഡൊക്കെ കാരണം നമുക്ക് ഈ ഓണാഘോഷങ്ങൾ നടക്കും. ആദ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആഘോഷിക്കാം എന്ന് പറഞ്ഞെങ്കിൽ ദുരിതമൊന്നും അല്ലെ, നമുക്ക് പ്രോപ്പറായിട്ടൊന്നും ആർക്കും ഓണം ആഘോഷിക്കാൻ പറ്റില്ല. പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ ഒരു ദുരിതമില്ല. നമ്മളെല്ലാവരും മെച്ചത്തിൽ രീതിയിലൊക്കെ ഓണം ആഘോഷിച്ചു. എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തുള്ള ലാസ്റ്റ് അവസാന പരിപാടിയായിരിക്കും ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന വടംവലി മത്സരം. അപ്പം വളരെ സന്തോഷമുണ്ട്. ഇപ്പം നാട്ടുകാരുടെ പണ്ട് നമുക്ക് നാടുകളിൽ നമ്മുടെ നാട്ടുകളിൽ കോഴിക്കോടിലേക്ക് പ്രദേശമായിരുന്നു കാറ്റാറ് കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഓണമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട മത്സരങ്ങളായിരുന്നു കോഴിക്കോടും പിന്നെ വടംവലിയൊക്കെ. വടംവലിയൊക്കെ പണ്ടത്തെ പ്രാധാന്യം വെച്ചിട്ട് ഇപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. ഞാനൊരു നീലൂരുകാരനാണ്. ഓരോ ആൾക്കാരുടെയും ആൾക്കാരുടെ സിരകളിൽ വടംവലി ഒരു ലഹരിയായിരുന്ന നാടാണ് എൻ്റെത്. ആസാദിയിൽ എന്നൊക്കെ പറഞ്ഞു കേരളത്തിലെ തന്നെ വടംവലി മത്സരത്തിലെ മുടിയൂട വിലംബരമായിട്ട് നാടുകളോളം നിന്ന ടീമാണ്. ഇപ്പൊ ആ ടീം ആ രീതിയിൽ ഇല്ല, നിലനിൽക്കുന്നില്ല. അതിലൊരു വിഷമം എനിക്കുണ്ട്. നിങ്ങളുടെ നെയ്ലൂർ നാടിന്റെ പേര് എല്ലാ സ്ഥലത്തും ഇതിന്റെ ഒരു ടീമായിട്ട് അതിനെ ബേസ് ചെയ്തൊരു സിനിമയും വരും, സ്പോർട്സ് മൂവി എന്ന് പറയും. നിങ്ങൾ അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ നാടിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട അല്ല നമ്മുടെ ഒത്തൊരുമയുടെ സ്നേഹത്തിലേക്കൊരു നമ്മുടെ മത്സരത്തിന്റെ ഈ ശരിക്കും ഓണം എന്ന് പറഞ്ഞാൽ കാർഷിക ഉത്സവങ്ങളാണ്. അപ്പൊ അങ്ങനെ കാർഷിക ഉത്സവത്തിന്റെ നാടിന്റെ ഉത്സവത്തിന്റെ ഭാഗമായി നമ്മൾ മതചിന്തകളില്ലാതെ ഒത്തിരി വെച്ച് ആഘോഷിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണത്തിനോട് നിർമ്മിച്ച ഈ വടംവലി മത്സരം സംഘടിപ്പിച്ചതിന് എന്നെ ഘോഷിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നീട്ടുന്നില്ല, ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. രണ്ട് ടീമുകളും ആവേശകരമായ മത്സരം ക്ലാസിക് 7 സ്കൈപ്പിൽ
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മങ്ങാട്ടുകവല ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവർത്തന ഉദ്ഘാടനവും താക്കോൽ ദാനവും നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് CPM പ്രവർത്തകർ വണ്ണപ്പുറം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപരോധിച്ചു. ഉദയഗിരി സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിന്റെയും വിവിധ ഭക്ത സംഘടനകളുടെയും നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന പവർ പ്ലസ് ഇടുക്കി എന്ന പേരിലുള്ള ഊർജ്ജ ക്യാമ്പയിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി കോലാനിയിൽ നിർവഹിച്ചു. വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന റിട്ടയർഡ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേര് വെട്ടിക്കളഞ്ഞതായി പരാതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.